നമസ്കാരം. ദൈർഘ്യമേറിയ ബോർഡർ ഗവാസ്കർ ട്രോഫി സമാപിച്ചതോടെ ഇനി ഇന്ത്യയുടെ അടുത്ത പ്രധാന ദൗത്യം ICC ചാമ്പ്യൻസ് ട്രോഫിയാണ്. കൂടാതെ അതിനു മുമ്പ് ഇംഗ്ലണ്ടുമായുള്ള വൈറ്റ് ബോൾ പരമ്പരകളും നാട്ടിൽ ഇന്ത്യയെ കാത്തിരിക്കുകയാണ്. 5 T20കളും 3 ഏകദിനങ്ങളുമാണ് ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഇന്ത്യ കളിക്കുന്നത്. ഈ മാസം 22 മുതലാണ് T20 പരമ്പര തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഫെബ്രുവരി 6 മുതൽ ഏകദിന പരമ്പര. തുടർന്ന് ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ടീം UAEയിലേക്ക് പറക്കുകയും ചെയ്യും. ഏകദിന ഫോർമാറ്റിലാണ് ഇത്തവണത്തെ ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത്. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരകൾക്കും ചാമ്പ്യൻസ് ട്രോഫിക്കുമുള്ള ടീമുകളെ ഒരുമിച്ച് പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. കാരണം ഈ മാസം 12-നുള്ളിൽ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിന്റെ ലിസ്റ്റ് ICC സമർപ്പിക്കേണ്ടതുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്കും ഇംഗ്ലണ്ടുമായുള്ള T20 ഏകദിന പരമ്പരകൾക്കുമുള്ള ടീമുകളുടെ സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ സെലക്ടർമാരുടെ നിർണായക യോഗം ഇന്ന്, അതായത് ജനുവരി 6-ന് നടക്കുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓസ്ട്രേലിയയുമായുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി ഞായറാഴ്ച സമാപിച്ചതോടെയാണ് BCCI ഇന്ന് തന്നെ യോഗം വിളിക്കാൻ തീരുമാനിച്ചതെന്നാണ് വിവരം. ഇന്ത്യൻ ടീമിൽ കാര്യമായ സർപ്രൈസുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. എങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കളിക്കാർ സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. ഇവരെ ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ബാറ്റർ എന്ന നിലയിൽ കരിയറിലെ ഏറ്റവും മോശം ഫോമിലാണ് ഇപ്പോഴുള്ളതെങ്കിലും ക്യാപ്റ്റനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മ തന്നെയായിരിക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ നയിക്കുക എന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം ഉറപ്പായിട്ടില്ല. രോഹിത്തിന് ഈ പരമ്പരയിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ദയനീയ പ്രകടനം പരിഗണിക്കുമ്പോൾ ഇതിനുള്ള സാധ്യതയും കുറവാണ്. പകരം ഈ പരമ്പരയിൽ കളിച്ച് ഫോം വീണ്ടെടുക്കാനുള്ള അവസരം നൽകാനായിരിക്കും സെലക്ടർമാരുടെ പ്ലാന്. പക്ഷേ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് ഇംഗ്ലണ്ടുമായുള്ള 2 പരമ്പരകളിലും വിശ്രമം നൽകുമെന്ന് ഉറപ്പാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രമേ ഇനി അദ്ദേഹം ടീമിനൊപ്പം ചേരാൻ സാധ്യതയുള്ളൂ. കഴിഞ്ഞ വർഷം ഇന്ത്യക്കായി T20യിൽ മിന്നുന്ന പ്രകടനം നടത്തിയ സഞ്ജു സാംസണിനെ ഇന്ത്യയുടെ ഒരു ടീമിൽ മാത്രമേ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൂ. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിൽ മാത്രമേ അദ്ദേഹം ഉണ്ടാകൂ എന്നാണ് വിവരം. തുടർന്നുള്ള ഏകദിന പരമ്പരയിലും ചാമ്പ്യൻസ് ട്രോഫിയിലും സഞ്ജുവിനെ തഴഞ്ഞേക്കും. ഇപ്പോൾ നടക്കുന്ന വിജയ് ഹസാരെ ട്രോഫി ഏകദിന പരമ്പരയിൽ കളിക്കാതിരുന്നതും അദ്ദേഹത്തിന് തിരിച്ചടിയാണ്. ഈ ടൂർണമെന്റിൽ മിന്നുന്ന പ്രകടനം നടത്തിയിരുന്നെങ്കിൽ ഇന്ത്യൻ ഏകദിന ടീമുകളിലേക്ക് അദ്ദേഹത്തിന് അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഋഷഭ് പന്തിന് ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലും ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ടീമിൽ ഇടം ലഭിക്കും. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഋഷഭ് തന്നെയായിരിക്കും. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് KL രാഹുലിനാണ് പ്രഥമ പരിഗണന. 2023-ലെ ICC ഏകദിന ലോകകപ്പ് ഋഷഭിന് നഷ്ടമായപ്പോൾ മുഴുവൻ മത്സരങ്ങളിലും രാഹുൽ ആയിരുന്നു വിക്കറ്റ് കാത്തത്. നിലവിൽ ഇന്ത്യൻ T20 ടീമിലെ അവിഭാജ്യ ഘടകമായ ഇടം കയ്യൻ പേസർ അർഷ്ദീപ് സിംഗിനെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിലും ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. T20യിൽ ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ വർഷം ഏറ്റവും അധികം വിക്കറ്റുകൾ എടുത്ത ബൗളറാണ് അർഷ്ദീപ്. ഇതാണ് ചാമ്പ്യൻസ് ട്രോഫി ടീമിലും താരത്തെ ഫേവറേറ്റ് ആക്കി മാറ്റിയിരിക്കുന്നത്. കൂടാതെ ആഭ്യന്തര ക്രിക്കറ്റിൽ കസറുന്ന മധ്യനിര ബാറ്റർ ശ്രേയസ് അയ്യരും ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരകളിലും അദ്ദേഹത്തെ കാണാനായേക്കും. എന്നാൽ T20 പരമ്പരയിൽ ഉൾപ്പെടുത്തുമോ എന്നത് സംശയമാണ്.